മനോഹരമായ കാഴ്ചകൾ ദാ പുലികളൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. താളമേളങ്ങളോടെ അരമണിക്കിലേക്ക് ഒരേ താളത്തിൽ പുലികളെല്ലാം മടവിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുള്ള മനോഹര കാഴ്ചകൾ നമുക്ക് അരുണിലേക്കൊന്ന് പോകാം. അരുൺ, ദാ പുലികളെല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് അറിയാമോ? അല്പസമയം മുമ്പ് നിങ്ങളൊക്കെ കാട്ടിത്തന്നതാണ്. അതെല്ലാം വിട്ടിട്ട് ദാ ഇനി ഒരേ താളത്തിൽ, ആ താളത്തിനൊപ്പം ചുവട് വെച്ച് പുലികൾ ഇങ്ങനെ ഒരേപോലെ മുന്നോട്ട് നീങ്ങുന്ന ഒരു മനോഹരമായ കാഴ്ച എങ്ങനെ കാണുന്നു? പൂജ, അവിടെ ലിഷോയും അക്ഷയും ഒക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ അടങ്ങി നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ വേളം തുടങ്ങി, അവിടെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തി തുടങ്ങി. ഇവിടെ എത്താൻ തയ്യാറാവുന്നതേ ഉള്ളൂ. അതിനായുള്ള കാത്തിരിപ്പാണ്. ഒരു നിമിഷം പോലും ഇങ്ങനെ അടങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. പുലികളൊക്കെ അത്രത്തോളം ആവേശത്തിലാണ്. ഇവരുടെ ഒക്കെ ഓരോ ചുവടുകളും ഓരോ ഒത്തൊരുമയുണ്ടല്ലോ, അത് ഒരു ടീം സ്പിരിറ്റാണ്. നമ്മൾ ഇവരുടെ കൂടെ നടക്കുമ്പോൾ കാണുന്ന ആ ടീം സ്പിരിറ്റ് ഉണ്ട്. ഇവരൊക്കെ തൃശ്ശൂർ, എല്ലാ പുലികളും തൃശ്ശൂർ നാട്ടുകാര് രാവിലെ തൊട്ട് ഒരുപാട് ആളുകള് ഇവിടെ ഉണ്ട്. തൃശ്ശൂരിന്റെ പുലികളല്ലേ? വടകര തച്ചോളന്റെ നാട്ടിൽ നിന്ന് വരികയാണ്. കഴിഞ്ഞ വർഷം വരണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇക്കൊല്ലം ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. കേട്ടില്ല, നമുക്ക് തൃശ്ശൂരിന്റെ ആവേശം ഇത്ര നേരം നമ്മള് പുലികളുടെ ആവേശം കണ്ട് നാട്ടുകാരുടെ ആവേശത്തിലേക്ക് ആർപ്പ് വിളിക്കൂലേ? ഇത് ഒരു വശത്തെ ആൾക്കാരാണ്. അപ്പുറത്തെ വശത്തും ആളുകൾ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ ആവേശം കണ്ടില്ലേ? ഒരു ആർപ്പ് വിളിക്കോ? തൃശ്ശൂരിന്റെ ആവേശമാണ്. ഇനി ചെണ്ട കൊട്ടി തുടങ്ങിയ പിന്നെ നോക്കണ്ട മക്കളെ, പൂരം കാണാല്ലേ? പൂരം പിന്നല്ലാതെ എനിക്കത് കാണാൻ വേണ്ടി ആ ത്രില്ലിൽ നിൽക്കുകയാണ്. തൃശ്ശൂരിന്റെ പുലികൾ റെഡിയാണ്, അവരുടെ നാട്ടുകാർ റെഡിയാണ്, അവരുടെ വൈബാണ്. ഈ ഒരു പ്രതിസന്ധി കഴിഞ്ഞ് നിൽക്കുന്ന കേരളമാണ്. ആ കേരളത്തിന് മുന്നിലേക്കാണ് ഈ ഒരു മനോഹര കാഴ്ച, ഒരു സന്ദേശം നൽകുന്ന കാഴ്ച. നമ്മൾ ഒത്തൊരുമയോടെ ഉണ്ട്. ഈ ചുവടുകളുടെ അതേ ഒത്തിണക്കത്തോടെ കേരളം ഉണ്ടെന്ന സന്ദേശം. കുട്ടിപ്പുലികളുണ്ട്, പെൺപുലികളുണ്ട്, കരിമ്പുലിയുണ്ട്. എല്ലാ വൈവിധ്യങ്ങളിലും യൂണിറ്റിയാണ്, ഡൈവേഴ്സിറ്റിയിലും യൂണിറ്റി എന്ന ഇന്ത്യയുടെ വലിയ സന്ദേശം തന്നെ തൃശ്ശൂരിൽ കാണാൻ ആവുന്ന അത്രയും ആവേശം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതിനെയാണ് പൂജ. ഇനി വാക്കുകൾ എല്ലാം വിശേഷിപ്പിക്കേണ്ടത് താളങ്ങളാണ്. അതിന് കൊട്ട് വേണം, മേള വേണം. അല്പ സമയത്തിനകം നാട്ടുകാരുടെ ആവേശം. ഇതാണ് തൃശ്ശൂർ, ഇതാണ് തൃശ്ശിവപേരൂർ. ശരിയാണ് അരുൺ, അധികം സംസാരിക്കാൻ പറ്റുന്നില്ലേ? ചുമക്കൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്തായാലും അരുൺ, നീ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ആവേശം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, ഇറങ്ങി കളിച്ചാലോന്നോ. ഒരു കാര്യം ഓർക്കണം, സൈഡിൽ ഒരു 10 അടി മാറിയെന്നങ്ങാണേ കളിക്കാൻ പാടുള്ളൂ. കാരണം അച്ചടക്കത്തിന് പോലും മാർക്കുള്ളതാണ്. അല്പസമയം മുമ്പ് ലിഷോയൊക്കെ പറഞ്ഞത് കേട്ടല്ലോ, എന്തെങ്കിലും തെറ്റ് നിന്റെ ഭാഗത്തുനിന്ന് പറ്റിയാൽ വേറെ നാട്ടുകാരനാണ് റിപ്പോർട്ടറാണെന്ന് നോക്കത്തില്ല, പറക്കിയിട്ട് അടി കിട്ടുന്നുള്ള കാര്യം ആദ്യം തന്നെ നീ ഓർക്കണം. എന്തായാലും കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ടാണെങ്കിലും സ്റ്റെപ്പുകൾ ഉണ്ടാവോ? പൂജ കഴിഞ്ഞ അവിടുത്തെ ഒരു സംഭവം കൂടെ പറയാം. ഇതുപോലെ ആവേശം കയറി അരിയേട്ടൻ ഡെസ്കിന് ബിസിയാർന്ന് ഫോൺ എടുത്തിട്ട് പറയാം, പുലികളെ കൂടെ പോ. അത് കേട്ട് ഞാൻ പോയി. പോലീസുകാരൊന്നും തന്നെ തള്ളി മാറ്റി. ഇത്തവണ ആ പദത്തിലേക്ക് പോവില്ല. ഈ കൊട്ട് തുടങ്ങിയാൽ ഞാൻ ആവേശത്തോടെ ഈ നാട്ടുകാരുടെ കൂടെ സൈഡിൽ നിൽക്കാനുള്ള കാത്തിരിപ്പ് തന്നെയാണ് നമ്മളുള്ളത്. ശരി, എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാം. വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ്. കാര്യമൊക്കെ അങ്ങനെയാണ്. പല വിധത്തിലാണ് മാർക്കുകളൊക്കെ ഇടുന്നത് പോലും. ശരിക്കും ഇവരിറങ്ങി അവരുടെ ആ താളത്തിനൊക്കെ മാത്രമാണ്, അതെല്ലാം കൂടെ നോക്കിയിട്ടാണ് മാർക്കുകൾ ഇടുക എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഏത് ദേശത്തിനാണ് 1ാം സ്ഥാനം എന്നതൊക്കെ ഉൾപ്പെടെയുള്ളത്. ഈ താളത്തിനുണ്ട്, അവരുടെ ഒരുക്കിനുണ്ട്, അവരുടെ ടാബ്ലോയ്ക്കുണ്ട്, പുലി വണ്ടിക്കുണ്ട്, അവരുടെ അച്ചടക്കത്തിനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഇത് ഈ മത്സരം, അതിന് മാർക്കിടലെല്ലാം. എന്തൊക്കെയായാലും മത്സരവും മാർക്കിലും ഒക്കെ അവരെ സംബന്ധിച്ച് വലുതാണെങ്കിൽ നമുക്ക് ആ കാഴ്ചകൾ, ആ ആവേശം, അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലുത് എന്ന് പറയുന്നത്.